നമുക്ക് ഒരു മഷ്റൂം ബിരിയാണി ഉണ്ടാക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. ഹാഫ് ഡേ ആണ് സ്കൂളുള്ളത്. അപ്പോൾ അത് കാരണം പെട്ടെന്ന് തന്നെ നമുക്കൊരു മഷ്റൂം ബിരിയാണി ഉണ്ടാക്കാം. ആദ്യം ചെയ്യേണ്ടത് ഒരു പാൻ വയ്ക്കുക. ഞാനിപ്പോൾ കുക്കറാണ് വെച്ചത്. കുക്കറിലേക്ക് കുറച്ച് നെയ്യ് ഇടുക. നെയ്യും ഓയിലും ഒക്കെ നമുക്ക് ചേർക്കാം കേട്ടോ. ഇത് കുറച്ച് നെയ്യ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 സവാള അരിഞ്ഞത് ചേർക്കാം. അധികമൊന്നും വേണ്ട, 2 സവാള. കുക്കർ ചൂടായി വന്നോളും. 2 സവാള ഇടുക, ഒരു പച്ചമുളക് ഇടുക. ഇഞ്ചി അരിഞ്ഞതാണെങ്കിൽ അങ്ങനെ ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. അതുകൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മഷ്റൂം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ മഷ്റൂം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ടത്. അതിന് ശേഷം നമുക്കതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതൊക്കെ കൂടി മിക്സ് ചെയ്യുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടാം. പെട്ടെന്ന് കഴിയും. ഉപ്പൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിൽ നമ്മളിടുന്ന പൊടികളെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ബിരിയാണി മസാല അതേ ഇടുന്നുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇത് വഴന്ന് വരുമ്പോഴേക്കും നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. ഇതിൻ്റെ ഈ പച്ചമണമൊന്നും അങ്ങനെയൊന്നും വലുതായിട്ട് ഇതാവൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ചേരുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് മുളക് പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് 2 വിസിലിനത് അടിച്ചെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ക്ലീൻ ചെയ്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മഷ്റൂമാണ് ഇട്ടത്. മഷ്റൂം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണേ, എങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് വരുള്ളൂ. പിന്നെ കുക്കറിലായതുകൊണ്ട് ഇത് നന്നായിട്ട് വേവുകയും ചെയ്യും. മഷ്റൂം നന്നായിട്ട് വെന്തില്ല എന്നുണ്ടെങ്കിൽ അത് വയറുവേദന വരും. ഇപ്പോൾ മഷ്റൂം ആദ്യം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ചെറിയൊരു പീലുണ്ടാവും. അപ്പോൾ ആ പീൽ കളയണം, ഒരു ചെറിയ തൊലി. ആ തൊലി കളഞ്ഞെങ്കിൽ മാത്രമേ അത് ഇതാവുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്, ഈ വിൽക്കുന്ന കടക്കാരെ. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മളൊരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്, കുട്ടികൾക്ക് കഴിക്കാനുള്ളല്ലേ, അത് കരിവ് വേണ്ട. ആ മുളക് പൊടിയും കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ നമ്മളിതിലേക്ക് ഇടുന്നത് ഗരം മസാലപ്പൊടിയാണ്. മസാല അധികമൊന്നും വേണ്ട, അതാ ചെറിയ സ്പൂണിന്, കുഞ്ഞു സ്പൂണ്, അതിനൊരു സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇത്രയും മതി. ഇനി കഴുകി വച്ചിരിക്കുന്ന അരിയോടെ ഇടുക, അടച്ച് വെക്കുക. ഉപ്പുണ്ടെന്ന് നോക്കുക. ഇത് ഞാൻ അളന്ന് വെച്ചിരിക്കുന്ന വെള്ളമാണ്. വെള്ളം അരിയും കൂടെ ഒരുമിച്ച് തന്നെയാണ് ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് പാകമാണോ എന്ന് നോക്കുക. 2 വിസിൽ മതി, അധികം വിസിലൊന്നും വേണ്ട കേട്ടോ. 2 വിസിലടിച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ, ഒരു സിമ്മിലിട്ടിട്ട് 1 വിസിൽ, മാക്സിമം 10 മിനിറ്റ് എടുക്കുമായിരിക്കും. അത്രയേ ഉള്ളൂ. ഇത് നല്ല തര അരിയാണ്. ഇനി അത് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതാ കുറച്ചുകൂടി ഉപ്പ് വേണം, ആ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശകലം കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി മല്ലി ഇലയും കൂടി ചേർത്തിട്ട് അടച്ച് വയ്ക്കാം. ഇവിടെ ഇങ്ങനെ പ്ലെയിനിൻ്റെ സൗണ്ടാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹെലികോപ്റ്ററും പ്ലെയിനും എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, നേവിയുടെ അടുത്തായതുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം ഇട്ടു, നല്ല ഫ്ലെയിമിൽ ഓൺ ചെയ്തു. ഞാൻ ധൃതി പിടിച്ച് പോവുകയാണ്. അപ്പോൾ എനിക്ക് സ്കൂളിൽ പിള്ളേരെ വിളിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഇത് വെച്ച് 2 വിസിലടിച്ചിട്ട് ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മഷ്റൂം ബിരിയാണി. ഇപ്പോൾ റെഡിയാവും. 2 വിസിലിൽ അത് റെഡിയാവും. ഇനി നമ്മൾ ഓൺ ചെയ്തു. ഇത് ഫ്ലെയിം ഓണാണ്. ഇപ്പോൾ 2 വിസിൽ വരും. എന്നതിന് ശേഷം ഓഫ് ചെയ്യുക. വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്തതിന് ശേഷം ഈ പ്രഷർ പോയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യാം. ഓക്കെ. അപ്പോൾ അതിന് അടുത്ത വീഡിയോയിൽ